എല്ലാ റൊമാൻറ്റിക് സിനിമയിലും പ്രണയാർദ്രമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ നായകൻ്റെയും നായികയുടെയും കണ്ടുമുട്ടൽ കണ്ട് ത്രില്ലടിക്കുന്നവരാണ് നമ്മൾ. കഥകൾക്കപ്പുറത്ത് ത്രില്ലടിക്കാൻ ജീവിതങ്ങളും നമുക്കൊപ്പമുണ്ടല്ലോ. ഇത് ആൻസൺ ആൽബർട്ട്, വിഴിഞ്ഞം സ്വദേശി. നാട്ടിൽ ആൻസൺ ചെയ്യാത്ത തൊഴിലുകളില്ല. അടുത്ത കാലം വരെ ഓട്ടോ ഓടുമായിരുന്നു. ഇതിനിടയിലാണ് സർഫിങ്ങിനോടൊരു പ്രണയം. ആ പ്രണയം ആൻസണെ എത്തിച്ചത് ജാസ്മിനിലേക്കാണ്. 2021 മുതൽ കോവിഡ് ടൈമിൽ 2021 മുതൽ നമ്മൾ കണ്ടുമുട്ടി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്യാമ്പിൽ ആള് അവിടെ വോളണ്ടിയറായിട്ട് ഒന്നാണ് 2 മാസം. അങ്ങനെ വന്ന് നമ്മൾ കണ്ടുമുട്ടി, നമ്മൾ ഫ്രണ്ട്സായി. പിന്നെ അത് ഫ്രണ്ട്സ് പ്രണയമായി. പ്രണയത്തിന് ശേഷം കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഇയാൾ പ്രഗ്നൻ്റായി. പിന്നെ അതിനുശേഷം നമുക്ക് ഇയാളെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ. ഏറിയ പ്രണയങ്ങളും കൊഴിയുന്നത് മറ്റുള്ളവരുടെ എതിർപ്പുകൾ കൊണ്ടാണല്ലോ. ഇവിടെയും ഉണ്ടായി എതിർപ്പുകൾ. നമ്മൾ ആ കൾച്ചർപരമായിട്ടും അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചറൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിനുശേഷം സ്ലോലി നമ്മളെ നാട്ടുകാരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം നമുക്ക് ആരെയും പേടിക്കാനല്ലോ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മളുടെ പ്രണയം യഥാർത്ഥമാണെങ്കിൽ പിന്നെ എന്തും നേരിടും അല്ലേ. ഈ നാട്ടിൽ പണ്ടുള്ളവർ പറയൂലേ, ഈ പ്രണയത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്ന്. അതുപോലെ നമുക്ക് ഡിസ്റ്റൻസും വലിയ കാര്യമില്ല. പിന്നെ അങ്ങോട്ട് പോയിക്കോളും ബാക്കിയെല്ലാം. ഐ ലവ് യു എന്ന് പറയാനും ഫീൽ ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ എങ്ങനെ പ്രണയിക്കണമെന്നതാണ് ചോദ്യം. ജാസ്മിനും പറയാനുണ്ട് താൻ അനുഭവിച്ച പ്രണയത്തെപ്പറ്റി. Love is a feeling of feeling home. It's just where you feel most safe and secure, I would say. പ്രണയമുള്ളത് കൊണ്ട് മാത്രമാണ് ഭൂമിയിൽ സംഗീതവും കവിതയും സിനിമകളും എന്തിന് യാത്രകൾ പോലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എതിർപ്പുകൾക്ക് ആയുസില്ല. Sometimes just stay with different opinions and learn from each other, and I think that's very fruitful for our relationship as well. ഇവിടെ പ്രണയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രണയത്തിനപ്പുറം മറ്റെന്താണ് ഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ടുള്ളത്? അരുണിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.